ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിടിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ ജീവിത സഹനങ്ങളെയും ഞെരുക്കങ്ങളെയും നാം ഏൽക്കുന്ന അപമാനങ്ങളെയും അതിക്രമങ്ങളെയും ക്രിസ്തു സഹനത്തോട് ചേർത്ത് വെച്ച് ഉദ്ധാന മഹോത്സവം അനുഭവിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഏവർക്കും വിശുദ്ധ വാരത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ക്രിസ്തു ജീവിതത്തോട് ചേർത്ത് വെക്കുകയാണ് പരമപ്രധാനം. ക്രിസ്തു മനുഷ്യത്വത്തിൽ എങ്ങനെയാണ് ആത്മത്തെ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഈ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമുക്ക് ആത്മീയതയും ഭൗതികതയും രണ്ടായിട്ട് തോന്നും. ആത്മീയത ഭൗതികതയ്ക്കകത്ത് പ്രകാശിക്കുന്ന സ്നേഹത്തിന്റെ അനുഭവമായി മാറുന്നില്ലെങ്കിൽ ആത്മീയതയല്ല, അത് കേവലാചാരമായിട്ട് മാറും. നിരവധി ആചരണങ്ങളിലൂടെ നമ്മൾ ഈ ദിനങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഇനി വരുന്ന ദിനങ്ങളിൽ പെസഹ, അപ്പം മുറിക്കുന്ന ചടങ്ങുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഒക്കെ നാം നിറവേറ്റും. അത്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ സവിശേഷമായി ഓർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നു. അത് വീടുകളിലാണോ പെസഹ മുറിക്കേണ്ടത് അഥവാ ദേവാലയത്തിലാണോ? സഭയുടെ പിതാക്കന്മാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീടുകളിലാണ് അപ്പം മുറിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ദേവാലയങ്ങളിൽ മുറിക്കുന്ന ചടങ്ങാകരുത്. അതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ അപ്പം മുറിക്കുന്ന അനുഭവം ഉണ്ടല്ലോ എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. വളരെ ന്യായമായ ഒരു സംശയമാണ്. വിശുദ്ധവാരത്തോടനുബന്ധിച്ച് നിരവധിയായ ആചാരാനുഷ്ഠാനങ്ങൾ നാം ശീലിച്ചു പോരുന്നുണ്ട്. പലപ്പോഴും സഭയുടെ പാരമ്പര്യവുമായി ഒത്തിണങ്ങുന്നതായിട്ടല്ല അത്തരം ആചാരങ്ങൾ കാണപ്പെടുന്നത്. ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഒരു ആചാരം എന്തിനു വേണ്ടിയാണ്, എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ബോധ്യമില്ലാതെയായി പോകുമ്പോൾ ആചരണങ്ങൾ വഴിതെറ്റും. അത്തരത്തിലുള്ളൊരു വഴിതെറ്റലാണ് കുടുംബങ്ങളിൽ പെസഹ അപ്പം മുറിക്കുന്ന രീതി മാറ്റി ദേവാലയങ്ങളിൽ അപ്പം മുറിക്കുക എന്നതിലേക്ക് വരുന്നത്. ദേവാലയങ്ങളിൽ ആവശ്യത്തിനനുസരണമായി വിശുദ്ധവാരത്തിന് പ്രാധാന്യം നൽകുന്ന ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അവയൊന്നും നിഷേധിക്കാതെ തന്നെയാണ് കുടുംബ പശ്ചാത്തലത്തിൽ പെസഹ അപ്പം മുറിക്കുക എന്നൊരു കാര്യം നടന്നു വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ യാഗാർപ്പണത്തോട് ചേരുന്നതിന്റെ അനുസ്മരണത്തിലായിത്തീരുന്നൊരു അനുഭവമാണ് വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കുന്ന വീടുകളിൽ കൂട്ടുചേർന്ന് പെസഹ ആഘോഷിക്കുന്നതിന്റെ പിന്തുടർച്ചയായിട്ട് നമുക്ക് കാണാം. ആ പ്രതീകങ്ങളെ അതിൽ കാണാം. ഒപ്പം തന്നെ കുടുംബ ലിറ്റർജിയുടെ ഭാഗമായി ഈ പെസഹ അനുഭവത്തിന്റെ ഔന്നത്യത്തിലേക്ക് വരാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, പാരമ്പര്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ആചാരം ഇങ്ങനെ തുടർന്നു പോരവെയാണ് ചില ദേവാലയങ്ങളിൽ അപ്പം കൊണ്ടുവരികയും പാല് കൊണ്ടുവരികയും അവിടെ വെച്ച് മുറിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായത്. വാസ്തവത്തിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ പെസഹ അനുഭവത്തെ അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആചാര പുനർനിർണയങ്ങൾ അല്ലെങ്കിൽ പുനരവതരണങ്ങൾ ഒരിക്കലും ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് ഗുണം പകരുന്നവയല്ല എന്ന് തിരിച്ചറിയണം. കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബനാഥൻ അപ്പം മുറിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നതിലൂടെ കുടുംബത്തിനകത്ത് ഒരു പെസഹാർപ്പണത്തിന്റെ അനുഭവം, നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമല്ലെന്നും അത് ക്രിസ്തുയാഗത്തിന്റെ ഭാഗമാണ് കുടുംബജീവിതമെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് പെസഹ അപ്പം മുറിക്കുന്നത്. അവിടെ കുടുംബനാഥൻ, തലമുതിർന്നയാൾ അപ്പം മുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതം ഇങ്ങനെ പങ്കുവെപ്പിൻ്റെതാണെന്നൊരു ഓർമ്മ കുടുംബ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കാനിടയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നൊരു കാര്യം പറയും. എങ്ങനെയാണ് അത് ഒരു കുടുംബ പശ്ചാത്തലത്തെ നവീകരിക്കുന്നതെന്നും കുടുംബ പശ്ചാത്തലത്തിനകത്ത് ക്രിസ്തുയാഗത്തെ അനുഭവപ്രദമാക്കുന്നതെന്നും പറയാൻ അത് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. ഞങ്ങളുടെ കുടുംബം കത്തോലിക്ക വിശ്വാസത്തിന്റെ ഉന്നതിയിലൊന്നുണ്ടായിരുന്നൊരു കുടുംബമല്ല. സാധാരണ രീതിയിൽ ആചാരപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഭക്തരായ കുടുംബാംഗങ്ങളാണ്. പിതാവാകട്ടെ ഒട്ടും ഭക്തിയില്ലാത്ത
വിശുദ്ധ ബലിക്ക് പോലും ദേവാലയത്തിൽ പോകാത്തൊരാൾ വരും. അദ്ദേഹം ആകെ ദേവാലയത്തിൽ പോയിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അപ്പൂപ്പന്റെ ഓർമ്മദിനത്തിൽ മാത്രമാണ്. അമ്മയുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹം പോകാറില്ല. അമ്മയോട് ഒരു വിദ്വേഷം അദ്ദേഹത്തിനുണ്ട്. അപ്പൻ മരിച്ച ദിവസം ഓർക്കും. ആ ആണ്ട് ദിനങ്ങളിൽ ദേവാലയത്തിൽ പോകും. അദ്ദേഹത്തിന് പ്രാർത്ഥനകളൊന്നും ശീലമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ബാല്യകാലം മുതൽ. ഒരു ദുഃഖവെള്ളിയാഴ്ച എന്നെയും കൊണ്ട് തൃപ്പൂണിത്തുറയിൽ ദേവാലയത്തിൽ അദ്ദേഹം പോയി. ഞാൻ കുട്ടിയാണ്, ഒരു 3 വയസ്സ് പ്രായമൊക്കെ ഉള്ള കുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് പള്ളിയിൽ പോയതിന്റെ വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ സത്യനുണ്ടായിരുന്നു, ഷീല ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കടൽപ്പാലം എന്നൊരു സിനിമയാണ് അന്ന് അദ്ദേഹം എന്നെ കൊണ്ടുപോയി കാണിച്ചത്. പിന്നീടാണ് എനിക്ക് അത് മനസ്സിലായത്. അപ്പൊ ദേവാലയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് സിനിമയ്ക്ക് പോകുന്ന, വെള്ളിയാഴ്ച പോലും സിനിമയ്ക്ക് പോകുന്ന തരത്തിൽ ഒട്ടും വിശ്വാസപരമായ ജീവിതം നയിക്കാത്ത ഒരാളായിരുന്നു പിതാവ്. പക്ഷെ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ അടയാളമായി കണ്ടിരുന്ന ഒരേ ഒരു കാര്യം, പ്രാർത്ഥനകളിൽ പോലും പങ്കെടുക്കാതിരുന്ന അദ്ദേഹം പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുകയും ആ അപ്പം അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമെല്ലാം ക്രമമായി നൽകുകയും ചെയ്യും. എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ പിതാവ് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കൈകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം ഈ അപ്പം മുറിച്ച് പങ്കുവയ്ക്കും. അമ്മയ്ക്ക് ആകെ കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വസ്തു ഈ അപ്പക്കഷ്ണമാണ്. പിന്നെ മൂത്ത 2 സഹോദരിമാരുണ്ട്, അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞൊരു സഹോദരനുണ്ട്, പിന്നൊരു സഹോദരിയുണ്ട്. അത് കഴിഞ്ഞ് 5ാമനാണ് ഞാൻ. എനിക്ക് കീഴെ ഒരാളുണ്ട്. ക്രമമായിട്ടാണ് ഇത് വരിക. അപ്പൊ നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കും. ഇതിന്റെ അർത്ഥമോ വ്യാപ്തിയോ ഒന്നും തിരിച്ചറിഞ്ഞിട്ടല്ല. പക്ഷെ ഒരു വൈകാരിക ബന്ധം ഈ പെസഹ അപ്പം മുറിക്കൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അക്കാലത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നക്സൽ സംഘവുമായും യുക്തിവാദ സംഘവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പിതാവ് ചോദിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പൊതുവെ വിശ്വാസബന്ധമായ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നുള്ള ആളല്ല. കുടുംബത്തിലാണെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരാളുടെ മേൽ കാര്യം പറഞ്ഞ് തിരുത്താനുള്ള ശേഷിയുള്ളവർ വേറെയില്ല. അദ്ദേഹം അന്ന് അപ്പം മുറിക്കുന്ന സമയത്ത് ഈ സഹോദരൻ ഈ കൂട്ടത്തിലില്ല. ആ ഇടയ്ക്ക് അടിയന്തരാവസ്ഥയൊക്കെ വന്നൊരു കാലമാണ്. അപ്പൊ ആ ഇടയ്ക്ക് ഇങ്ങനെ നക്സൽ ബന്ധമുള്ള അല്ലെങ്കിൽ യുക്തിവാദ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളെയൊക്കെ പോലീസ് പിടികൂടുന്ന രീതിയൊക്കെ ഉണ്ട്. അദ്ദേഹം പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ വീട്ടിൽ ലഭിച്ചൊരു കാലം കൂടിയാണ്. അപ്പൊ ഈ സഹോദരൻ അന്ന് വീട്ടിലില്ല. അപ്പൊ അമ്മയ്ക്ക് അപ്പം മുക്കിക്കൊടുത്തു, സഹോദരിമാർക്ക് 2 പേർക്കും കൊടുത്തു. അതിനുശേഷം അപ്പൻ അപ്പം ഈ പാലിൽ മുക്കി അടുത്ത ആളെ നീട്ടാനായിട്ട് നോക്കി. അവിടെ ആളില്ല. സ്ഥാനമനുസരിച്ച് ജ്യേഷ്ഠ സഹോദരൻ 2 സ്ഥലമാണ്. അദ്ദേഹം അവിടെ ഇല്ല. ഒരു നിമിഷം അദ്ദേഹം ആ അപ്പവുമായിട്ട് അങ്ങനെ നിന്നു. അദ്ദേഹമില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം, അതാണ് സാധാരണ ചെയ്യാവുന്നത്. പക്ഷേ അദ്ദേഹം ആ അപ്പം തിരികെ വെച്ചു. അപ്പന് ഒത്തിരിയേറെ, എന്നെക്കാളേറെ താല്പര്യവും സ്നേഹവും ജ്യേഷ്ഠനോടുണ്ടായിരുന്നു. ഈ അപ്പം തിരികെ പാത്രത്തിലേക്ക് വെച്ചു. അപ്പൻ എഴുന്നേറ്റ് പോയി. ഒരു ദീർഘനിശ്വാസത്തോടു കൂടി. കൂട്ടക്കരച്ചിലായിരുന്നു വീട്ടിൽ. എങ്ങനെയാണ് ഒരു പെസഹ കുടുംബ ബന്ധങ്ങൾക്കകത്ത് വളരെ അയഞ്ഞ ബന്ധമുള്ളൊരിടത്ത് പോലും പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത്തരത്തിൽ ഒരു ഗൃഹാന്തരീക്ഷത്തിനകത്ത് ക്രിസ്തു സ്നേഹത്തെ ഏതെങ്കിലും തരത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു മാർഗമായിരുന്ന പെസഹായെ ദേവാലയത്തിൽ അപ്പം മുറിക്കുന്ന രീതിയിലേക്ക് തരം താഴ്ത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു അപജയമാണ് ആചാരപരമായി. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകരുതെന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടും അത് നടക്കുന്നുണ്ട്. കാരണം ഇത് ആളുകൾ ഒരുമിച്ച് കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു വേദി കിട്ടിയാൽ ഒരു പുതുമ ഉണ്ടാക്കുക എന്ന ഒരു കേവല താല്പര്യം മാത്രമാണ് അതിന് പുറകിലുള്ളത്. പക്ഷെ നഷ്ടപ്പെടുന്നത് ഗാർഹികമായി ലഭിക്കേണ്ട ഒരു അനുഭവ തലത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് ശരിയായ രീതിയല്ലെന്നാണ് എൻ്റെയും അഭിപ്രായം. ഇനി രണ്ടാമത് ചോദ്യം വരുന്നത് ആത്മീയത ഈ ഭൗതിക ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ചാണ്. ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായ ഒരു കാര്യം ഞാൻ പറയും. നമ്മൾ പലപ്പോഴും ആത്മീയതയെ കാണുന്നത് ഒരു മാറ്റിവെക്കപ്പെട്ട കാര്യമായിട്ടാണ്.
സാധാരണ ജീവിതവുമായി ബന്ധമില്ലാത്തൊരു കാര്യം. സാധാരണ ജീവിതത്തിനകത്ത് അസാധാരണമാംവിധം ഇടപെടുന്ന ദൈവികമായ കരത്തെയാണ് യഥാർത്ഥത്തിൽ ആത്മീയതയായിട്ട് കാണേണ്ടത്. അത് ഭൗതിക പ്രപഞ്ചത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഭൗതിക ലോകം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്, ആത്മീയ ലോകം ആത്മനിഷ്ഠമായ തലമാണ്. ഈ ആത്മനിഷ്ഠമായ തലത്തെ ഭൗതികതയിലെ വസ്തുനിഷ്ഠ അനുഭവത്തിനകത്ത് പ്രയോഗവൽക്കരിക്കുക എന്നതിന്റെ പേരാണ് ആത്മീയത. അതല്ലാതെ വിശ്വാസവും പ്രാർത്ഥനയും ആചാരവും അനുഷ്ഠാനവും ഒക്കെ വേറെ, വചനത്തെ സംബന്ധിച്ചുള്ള ധ്യാനങ്ങൾ വേറെ, ജീവിതം വേറെ എന്ന് വരുമ്പോഴാണ് ജീവിതത്തിൽ ആത്മീയമായ ഇടപെടലില്ലാതെ പോകുന്നത്, ആത്മാവ് പ്രകാശിക്കാതെ പോകും. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു. അങ്ങനെയാണ് റോമർ ലേഖനം പറയുക. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ഉത്കടമായ ദാഹത്തോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്തെ പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നിരന്തരം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുന്നത് ഇപ്രകാരം ആത്മീയ തത്വമാണ്. അങ്ങനെ ആത്മീയത ഭൗതികതയിൽ ഇടപെടുന്നില്ലെങ്കിൽ ഭൗതിക ലോകം നിർജീവമായി പോകും. ഫ്രാൻസിസ് പാപ്പ തന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട നാളുകളിൽ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിലൊന്നും ഇങ്ങനെയാണ് പറഞ്ഞത്: ഓഹരി കമ്പോളത്തിൽ 10 പോയിന്റ് താഴുന്നതോ ഉയരുന്നതോ ഒരു വലിയ വാർത്തയാവുകയും ഒരുവൻ കിടക്കാനിടമില്ലാതെ തെരുവിൽ കിടന്ന് തണുത്തു മരവിച്ച് മരിക്കുന്നത് ഒരു വാർത്തയല്ലാതായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ ഹിംസാത്മകമായി എന്തുണ്ട്? വാക്കുകൾ ശ്രദ്ധിക്കണം. ഓഹരി കമ്പോളത്തിലെ വിലക്കയറ്റത്തെയും ഇറക്കത്തെയും സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്, വലിയ വാർത്തകളാകുന്നുണ്ട്. പക്ഷേ ഒരുവൻ തെരുവിൽ കിടന്ന് ആരോരുമില്ലാതെ കിടക്കാനിടമില്ലാതെ തണുത്ത് മരവിച്ചു മരിക്കുന്നത് ഒരു വാർത്തയല്ലാതായി തീരുന്നു. ഇതാണ് ഹിംസാത്മകത. ഹിംസയ്ക്ക് ഒരു പുതിയ നിർവചനം അദ്ദേഹം നൽകുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുന്നു: കൊല്ലരുത് എന്ന് നിങ്ങൾ വ്യക്തികളോട് പറഞ്ഞാൽ പോരാ, വ്യവസ്ഥകളോടും പറയണം. കൊല്ലരുത് എന്ന കൽപ്പന കേവല വ്യക്തിപരമായ ഒരു തലത്തിൽ മാത്രം സൂക്ഷിക്കുന്ന ഒന്നായി മാറുകയല്ല വേണ്ടത്. അത് സാമൂഹ്യ തലത്തിൽ ഇടപെടുന്ന ഒരു കാര്യമായിട്ട് മാറണം. സാമൂഹ്യ വ്യവസ്ഥകളെ അത് പരിശോധിക്കണം. ഹിംസാത്മകമായ പ്രവണതകൾ സമൂഹത്തിനകത്ത് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. നീതിക്ക് വേണ്ടി പോരടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും സഹിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ അഷ്ടഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട് പറയുന്നൊരു കാര്യം നീതിക്ക് വേണ്ടി സഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. നമ്മുടെ ജീവിതം നീതിനിഷ്ഠമാകുക എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾക്കകത്ത് നീതിരഹിതമായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ദൗത്യമാണ്. അത് സഹനമാണ് നമുക്ക് നൽകുക. പക്ഷെ ആ സഹനം ഒട്ടും അർത്ഥമില്ലാത്തതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ പീഡനത്തെ സംബന്ധിച്ച്, എമ്പുരാനെ സംബന്ധിച്ച്, വിശ്വാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലരും വിളിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള സംഭാഷണം വേണ്ടെന്നാണ്. ഒട്ടേറെ ഉപദേശങ്ങൾ ഇത്തരത്തിലൊന്നും സംസാരിക്കില്ലേ, ഇത് പ്രശ്നമാകും, അപകടമാണ്. ക്രിസ്തു ഭയം നീക്കുന്നവനാണ്. സത്യം പറയണമെന്നുള്ളതാണ്. സത്യം പറയണം. നമ്മുടെ ചുറ്റുപാടിൽ നുണകൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുമ്പോൾ സത്യം പറയുകയും അതെന്ത് സഹനമുണ്ടായാലും ജീവൻ ത്യജിച്ചാലും അത് ഉയർത്തിപ്പിടിക്കണം, സത്യത്തെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് ഒരു ക്രൈസ്തവ കടമയാണ്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഭരണകൂടത്തെ വിമർശിക്കും, സംഘപരിവാറിനെ വിമർശിക്കും, ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ നേരിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ട് വിമർശിക്കുന്നില്ല. പക്ഷെ ലോകത്ത് ഇസ്ലാമിക തീവ്രവാദമുണ്ട്, നമ്മളതിനെ നിഷേധിക്കുന്നില്ല. തീവ്രവാദങ്ങളെ ഏതിനെയാണെങ്കിലും, അസഹിഷ്ണുതാവാദങ്ങളെ ഏതിനെയാണെങ്കിലും നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. പീഡയേൽക്കുന്ന ഓരോ മനുഷ്യനും നമ്മുടെ സഹോദരനാണ്. അത് ലോകത്ത് ഇവിടെ എന്നല്ല, എവിടെയാണെങ്കിലും. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവ തന്റെ പുറത്താകുന്നു. ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞതാ കവി.
ആഫ്രിക്കയിൽ അടികൊള്ളുമ്പോൾ അത് എൻ്റെ പുറത്താണ് കൊള്ളുന്നതെന്ന് എനിക്ക് തോന്നണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഒരു ഭയത്തിന്റെ മറയിലായിരുന്നു. എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്നെ സുരക്ഷിതമാക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ വിശ്വാസ പ്രഘോഷകനായിരിക്കുമ്പോഴും അതുണ്ടായിരുന്നു. അത് ഏറ്റു പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ട് പരസ്യമായി സംഘത്തെ, പ്രത്യേകിച്ചും ആക്രമണകാരിയായ ഒരു സംഘത്തെ, ഭരണകൂട ഒത്താശയുള്ള സംഘപരിവാറിനെ വിമർശിക്കുക എന്നുള്ളത് ഞാൻ ക്രമേണ ഒതുക്കി വെച്ചിരുന്ന കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് റാണി മരിയ കൊല ചെയ്യപ്പെട്ട നാളുകളിലടക്കം ആ അനുഭവങ്ങളുമായി നേർബന്ധമുള്ള അല്ലെങ്കിൽ അനുഭവമുള്ള, അവിടെയൊക്കെ പോയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ട്. ക്രിസ്ത്യാനി സഹിക്കേണ്ടതാണ്, നമ്മൾ സഹിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്, യാതൊരു തർക്കവും അതിനകത്തില്ല. പക്ഷെ അത് എന്റെ നേരെ സഹനം ഉണ്ടാകുമ്പോൾ ഞാൻ സഹിക്കും. എന്നെ ആക്രമിച്ചാൽ, എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിക്കും, ഞാൻ പ്രതിഷേധിക്കില്ല. ധൈര്യമായി എന്നെ കൊല്ലാം. പണ്ട് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾ എന്നെ മർദ്ദിച്ചാൽ ഞാൻ കൂടുതൽ ഉശിരോടെ പറയും. പിന്നെ ഇത് നിർത്തണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല, നിങ്ങൾ എന്നെ കൊല്ലണം. അങ്ങനെ നിങ്ങൾ എന്നെ കൊന്നാൽ ഞാനതിൽ സന്തുഷ്ടനാണ്. കാരണം എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ പ്രതി. ഒന്ന്. രണ്ടാമത്, ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി എൻ്റെ മരണം സംസാരിക്കും. ആ ഉറപ്പെനിക്കുണ്ട്. മരണം അവസാനമല്ലെന്നും ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ ആരംഭമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു കൊലക്കത്തിയെ ഞാൻ ഭയക്കുന്നില്ല, ഭീഷണിയെ ഭയക്കുന്നില്ല. ഇഡി പോലുള്ള ഒരു സംവിധാനത്തിനും എന്നിൽ നിന്ന് കണ്ടെടുക്കാനൊന്നുമില്ല. എന്നെ അപമാനിക്കാം, ജയിലിലടയ്ക്കാം, അല്ലെങ്കിൽ ആക്രമിക്കാം എന്ന് കരുതുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ്. കസിൻ സാക്സിന്റെ നോവലിൽ ഫ്രാൻസിസും ലിയോയും കൂടി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോകുന്നുണ്ട്. അവിടെ ക്രിസ്തു മതത്തെ നിരോധിച്ചേക്കാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പാടില്ല, നിരോധനമുണ്ട്. അപ്പൊ അവിടെ ചെന്ന 5 പേർ രക്തസാക്ഷികളായി. ഇത് കണ്ട് ഫ്രാൻസിസിന് അസൂയായി. കാരണം ഫ്രാൻസിസ് ആണ് ഈ യാത്ര പോകുന്ന ആളുകളെ ഒരുക്കി അയച്ചത്, അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തത്. ബട്ട് അവരൊക്കെ രക്തസാക്ഷികളായി. അപ്പൊ ഫ്രാൻസിസ് ലിയോട് പറയാണ്, അവരൊക്കെ രക്തസാക്ഷികളായി, അവരൊക്കെ വിശുദ്ധരായി, എത്ര പെട്ടെന്ന് നമുക്കാകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണ് ഈ പറഞ്ഞ ഇസ്ലാമിക ഭരണമുള്ള സുവിശേഷം നിരോധിക്കപ്പെട്ട സ്ഥലത്ത് പ്രഘോഷണത്തിനായിട്ട് ഇവർ പോകുന്നത്. അപ്പോൾ അവിടെ സുൽത്താനെ കാണാൻ ചെല്ലുക. അങ്ങനെ സുൽത്താനെ കാണാൻ ചെല്ലുന്നു. ഇവരെ വഴിവെച്ച് തന്നെ ഇവര് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടപ്പോൾ പിടികൂടി സുൽത്താന് മുമ്പിൽ ഹാജരാക്കി. അപ്പൊ ഇവർ ചെല്ലുന്ന സ്ഥലത്ത് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. കാർപ്പറ്റിൽ ഒരു കുരിശാണ്. അപ്പൊ ചെന്നപാടെ ഫ്രാൻസിസ് സുൽത്താനോട് പറഞ്ഞു, മാനസാന്തരപ്പെടണം, വേഗം രക്ഷപ്പെടണ്ടേ, അതുകൊണ്ട് മാനസാന്തരപ്പെടണം, നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു. സുൽത്താന് തന്നെ ഭയമായി, ഇത് മാനസാന്തരപ്പെട്ടു പോകുന്നു. അതേപോലത്തെ ഡയലോഗാണ്. അപ്പൊ സുൽത്താൻ പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്നത് കുരിശിന്റെ പുറത്താണല്ലോ. അപ്പൊ പറഞ്ഞു, ഈ കുരിശ് കള്ളന്മാരുടെ കുരിശാണ്, 2 കുരിശ് വേറെ ഉണ്ടായിരുന്നു, ആ കുരിശാണ്. ക്രിസ്തുവിന്റെ കുരിശ് നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് ആ കുരിശ് തുള്ളിച്ചാടുക. സുൽത്താൻ പറഞ്ഞു, ഇവരുടെ തല വെട്ടിക്കളയാൻ പറഞ്ഞു. ഉടനെ നന്ദി പറയാൻ തുടങ്ങി. വളരെ ഉപകാരമായി, വേഗം ചെയ്യട്ടെ. അവസാനം വട്ടാണെന്ന് പറഞ്ഞ് ഇവരെ പിടിച്ച് പുറത്താക്കുകയാണ് നാട്ടിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിർക്കുന്നതല്ല ആത്മീയത. പക്ഷേ നമ്മുടെ കൺമുൻപിൽ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് സുവിശേഷാത്മകമല്ല. അത് ക്രിസ്ത്യാനി നിലയ്ക്ക് മാത്രമൊന്നുമല്ല, ആരാക്രമിക്കപ്പെട്ടാലും. ആക്രമിക്കുന്നവനൊക്കെ കൊന്നുകളയുകയെന്നല്ല, ആക്രമിക്കുന്നവനോടൊന്നും വിരോധം വെച്ച് പുലർത്തിക്കൊണ്ടല്ല, പക്ഷേ ആക്രമണങ്ങളെ അപലപിക്കണം. ഭൗതിക ജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം. അഭിസംബോധന ചെയ്യാതെ പോകുന്നത് അപകടമാണ്. ഭൗതിക ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാത്ത രീതി സഭാത്മകമല്ല. പലപ്പോഴും നേതൃതലത്തിലുള്ള ആളുകൾ ഇതൊക്കെ പൊതിഞ്ഞാണ് പറയുന്നത്. ഞാനും പൊതിഞ്ഞാ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പൊതിഞ്ഞു പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. ഞാനിത് പൊതിഞ്ഞാ പറഞ്ഞിരുന്നത്, കാരണം ഇത് പുറത്തേക്ക് അങ്ങ് പറഞ്ഞാൽ ആക്രമണം ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ബിൽക്കിസ് ബാനുവിന്റെ കേസ് കേൾക്കാനിടയായത്. ബിൽക്കിസ് ബാനുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പത്രമാധ്യമങ്ങളിൽ ഗുജറാത്ത് കലാപം ഉണ്ടായ നാളുകളിൽ അവരെ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച്, അവരുടെ കുഞ്ഞിനെ, 3 വയസ്സുള്ള കുഞ്ഞിനെ കാലിൽ പിടിച്ച്
തറയിലടിച്ചു കൊന്നതിനെക്കുറിച്ച്, അവർ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തതിനെക്കുറിച്ച് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനോടൊക്കെ പ്രതിഷേധം ഹൃദയത്തിലുണ്ടായെങ്കിലും വ്യക്തമായൊരു പ്രതികരണത്തിലേക്കൊന്നും വന്നിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ കേസ് രണ്ടാമത് ഉയർന്നു വരികയും ഈ ശിക്ഷിക്കപ്പെട്ടവർക്ക് വെറുതെ വിട്ടവരെയൊക്കെ വീണ്ടും ജയിലിലടയ്ക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ അടുത്ത കാലത്തുണ്ടായി. ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട ആലോചന വന്നപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആരാണ് ബിൽക്കിസ് ബാനു? എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, എൻ്റെ സഹോദരി. ബിഷപ്പ് ഹൗസിൽ നിന്ന് വിളക്കുകാലുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരാളെ ആ ബിഷപ്പ് തിരിച്ചറിയുന്നത് സഹോദരനായിട്ടാണ്. എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയണ്ട, പക്ഷേ നിഷ്ഠൂരമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ട, അത് ലോകത്തെവിടെയും ഇരയാക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനെ കുറിച്ചുള്ള കൺസേൺ ഇത് തന്നെയാണ്. അത് തീവ്രവാദം ഏത് ഭാഗത്തുനിന്നായാലും, അതിക്രമം ഏത് ഭാഗത്തുനിന്നായാലും പീഡിതനോടുകൂടെ നിൽക്കുക എന്നത് ക്രിസ്തുവിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഉള്ളി ചോദ്യം ഉണ്ടായത്, നമ്മൾ ആരാണ്? ഞാൻ എൻ്റെ സഹോദരി. എൻ്റെ മക്കൾക്കുണ്ടാകുന്നത് പോലെ, എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടാകും, എൻ്റെ കുടുംബത്തിനുണ്ടാകുന്നത് പോലെ, എൻ്റെ സഹോദരങ്ങൾക്കുണ്ടാകുന്നത് പോലെ അതിക്രമം എന്നത് ചെറുത്തു നിൽക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ അതിക്രമം നടക്കുന്നത് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് സംഘപരിവാറിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നു. ശബ്ദിക്കാത്തവർക്ക് വേണ്ടി നാവായി മാറാൻ നമുക്ക് കടപ്പാടുള്ളത് കൊണ്ട് മാത്രം. സുവിശേഷത്തെ കൈവിട്ടുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടുവെന്ന ഒരു വിഭാഗീയമായ ധാരണയിലൊന്നുമല്ല. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടേണ്ടവരാണ്, പീഡനമേൽക്കേണ്ടവരാണ്. ലോകത്തെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന്, ചൈന അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന്, ഏകാധിപതികളിൽ നിന്ന്. സിറിയയിലെ ഏകാധിപത്യമൊക്കെ ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നുണ്ട്. ബർമയിൽ, മ്യാൻമാറിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിരവധി ആളുകളാൽ ക്രൈസ്തവ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് സഹനം വഴിയാണ്. ക്രൈസ്തവ ജീവിതം ലോകത്താരംഭിക്കുന്നത് സഹനങ്ങളിലാണ്. രക്തത്തിൽ കുളിച്ചാണ് ഈ സഭ ഇന്നോളം എത്തിയിട്ടുള്ളത്. രക്തസാക്ഷിത്വമാണ് സഭയുടെ ബീജം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല, കേവലം ജനാധിപത്യ രാജ്യത്തിനകത്ത്, മതനിരപേക്ഷമായ രാജ്യത്തിനകത്ത് അനീതി ഉണ്ടാകുമ്പോൾ അനീതിക്ക് ഇരയാകുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന അടിസ്ഥാന ബാധ്യത ക്രൈസ്തവർക്കുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിശ്വാസ മേഖലയിൽ പ്രസംഗിക്കുന്ന ആളുകൾ ഒരിക്കലും കൈകാര്യം ചെയ്യാത്ത, എല്ലാവരും മറന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളെ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതിനെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചുറ്റുവട്ടത്ത് വിശക്കുന്നവരെ കുറിച്ചും പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, നമ്മൾ ഏതോ വിശുദ്ധ വഴിയിലും പുണ്യ വഴിയിലാണെന്നൊക്കെ കരുതി നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചറിയേണ്ടത്, മുറിവേറ്റ ക്രിസ്തുവിനെ കാണാനായ കുരിശുരൂപത്തെ സമീപിക്കുന്നതിന് മുമ്പ് നിന്റെ ചുറ്റുവട്ടത്ത് മുറിവേറ്റ് കിടക്കുന്നവനെ കാണാനുള്ള കണ്ണ് തുറക്കണം. അതാണ് ക്രൈസ്തവ ആധ്യാത്മികത. ചുറ്റുപാടുകൾ സഹിക്കുന്നവരോട് നമുക്ക് പക്ഷം ചേരാൻ പറ്റണം, വിശക്കുന്നവന് ഭക്ഷണമാകാൻ പറ്റണം, അവരെന്നെ വേണ്ടി നിലകൊള്ളാൻ പറ്റണം. സ്വർഗീയമായ അപ്പം ക്രിസ്തുവാണെന്ന് പറയുന്നതിനേക്കാൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വന്ന അപ്പം ഞാനാണ് എന്ന് പറയാൻ എനിക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പറ്റുക. യേശു സ്വർഗീയമായ അപ്പമാണെന്ന് വിശ്വസിക്കുകയും ആ അപ്പത്തിന്റെ ഭാഗമായി നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ അവരതിനു വേണ്ടിയുള്ള ഭക്ഷണം നമ്മളാണെന്ന് നമ്മൾ ജീവിതം കൊണ്ട് തെളിയിക്കലാണ് യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരണം. അതാണ് ആധുനിക കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതരം കൊണ്ട് വചനം പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം ആ വചനം കേട്ടുകേൾവി മാത്രമാണ്. ജീവിതാനുഭവം ഉണ്ടാകുന്ന കൊണ്ടറിവിൽ നിന്നാണ്. നിനക്ക് നിന്നെ മുറിച്ചെത്രത്തോളം വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ക്രിസ്തുവിനെ നിനക്ക് ലോകത്ത് പ്രകാശിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിരവധി ഭീഷണി എന്ന് വെച്ചാൽ മധുരം പുരട്ടിയ ഭീഷണികൾ അടക്കമുള്ളവയുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കരുത്, വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടേണ്ട, സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യമാണ് ഈ നോക്കുന്നത്. ആ സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടൊന്നായിട്ടല്ല കണ്ടിട്ടുള്ളത്, മറ്റുള്ളവരുടെ കാര്യമായിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അരോചകത്വം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു സഹോദരൻ പറഞ്ഞത്, ഈ കഴിഞ്ഞിടെയായിട്ട് വചനം പറയുന്നില്ല, തുടർച്ചയായി സംഘപരിവാറിനെ
കുറ്റപ്പെടുത്തുന്നു. പ്രിയ സഹോദര, സംഘപരിവാറിനെ കുറ്റപ്പെടുത്തുകയല്ല, ഉള്ള വസ്തുത പറയാം. അവിടെ അടിക്കുകയും ഇവിടെ വന്ന് തലോടുകയും ചെയ്യുന്നു. അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. 800-ലധികം അക്രമങ്ങൾ, നിരവധിയായ അക്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിനങ്ങളിലും നടക്കും. ആ അക്രമങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിന് കാരണക്കാരാകുന്നവരെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അവിടെ അക്രമം ചെയ്യുകയും ആ അക്രമകാരികൾ ഇവിടെ വന്ന് മാതാവിന് കിരീടം വെപ്പിച്ചും വാഴക്കുല സമർപ്പിച്ചും വിശ്വാസികളുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മുടെ തോളത്ത് കൈയിടുന്നു. നമ്മുടെ തോളത്തിടുന്ന കൈ നമ്മുടെ സഹോദരന്റെ രക്തം പുരണ്ടതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മനുഷ്യ രക്തത്തിന്റെ ഗന്ധമുണ്ട് ഇവരുടെ വാക്കുകളിൽ എന്ന് പറയേണ്ടി വരും. അവർക്ക് വേണ്ടി ഓശാന പാടുന്നവരുടെ വായ്നാറ്റത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ഇത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരെ വഞ്ചിച്ച് വോട്ടു നേടാൻ മധുരം പുരട്ടിയ ഈ ചിരികൾക്ക് അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദ്രംഷ്ടകളെ നാം കാണാതെ പോകരുതെന്ന് പറയാൻ വേണ്ടിയാ. അപ്പൊ അതുകൊണ്ട് അരോചകത്വം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഇത് അരോചകത്വത്തിന്റെ നാളാണ്, ഭയത്തിന്റെ നാളുകളാണ്. ഭയം ഒരു മതിലായി മാറുകയും ഒരു തടവറയ്ക്കകത്ത് ഭയം ഒരു രാജ്യം തന്നെയായി മാറുകയും അതിനകത്ത് പീഡിതരായി കഴിയുന്ന സഹോദരങ്ങളെ ഓർത്ത് സങ്കടമുള്ളത് കൊണ്ടാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ള, ഉത്തരേന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ആ ജീവിച്ച സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഈ നൃശംസത കണ്ടിട്ടുണ്ട്. എത്ര ഭീതിയോടെയാണ്, സ്വാതന്ത്ര്യമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്, പക്ഷേ എത്ര ഭീതിയോടെയാണ് ക്രിസ്തുവിനെ പ്രതി ജീവിക്കാൻ ഇടയാകുന്നത്. ഏതു സമയവും ആക്രമിക്കപ്പെടാവുന്ന രീതിയിൽ. കുരിശു മറിഞ്ഞു വീണതിനെ കുറിച്ചൊക്കെ സിനിമയിലെ കാര്യം പറഞ്ഞ ആരോപണം ഉണ്ടായല്ലോ. നേരിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് കുരിശുകൾ, ദേവാലയങ്ങൾ. അപ്പൊ അതുകൊണ്ട് കേവലം വൈകാരികതയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അസത്യം നാടുവാഴാൻ ഇടയാകരുത്, സത്യപക്ഷത്ത് നിലയുറപ്പിക്കണം. അതുകൊണ്ട് പറയുന്നതാണ്. അതല്ലാതെ വചനം പറയാനില്ലാച്ചിട്ടില്ല. നമ്മൾ എത്രയോ പരമ്പരകളാണ് മുടങ്ങിക്കിടക്കുന്നത്. വെളിപാടിനെ സംബന്ധിച്ച്, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്, വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഒക്കെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം പറയാതെ പ്രാർത്ഥന എന്ന പേരിൽ നമ്മൾ ഒളിച്ചിരിക്കാനിടയാവരുത്. സത്യം പറയാനും കൂടി കഴിയണം. സത്യം പറയുന്നതാണ് സുവിശേഷം. ക്രിസ്തുവിനെ ലോകം വായിക്കുന്നത് നമ്മളിലൂടെയാണ്. അതുകൊണ്ട് സത്യം പറയണം, അടികൊള്ളുന്നവന്റെ ഒപ്പം നിൽക്കണം എന്നതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. വ്യക്തിപരമായ എന്തെങ്കിലും ഒരു താല്പര്യം അതിനകത്തില്ല, ഒരു രാഷ്ട്രീയ താല്പര്യമില്ല. കാരണം ഭരണാധികാരികൾ ആരായാലും ഒരു പരിമിതിയുണ്ട് ഭരണത്തിന്. ഭരണാധികാരികൾ എല്ലാം ക്രമമാക്കി തരുമെന്ന ധാരണ നമുക്കില്ല. ഈ ജീവിതം പരിമിതിയുള്ളതാണെന്ന് നമുക്കറിയാം. രാഷ്ട്രീയമായി ഇടപെടാനോ രാഷ്ട്രീയ മാർഗങ്ങളിൽ സഞ്ചരിക്കാനോ ഏതെങ്കിലും തരത്തിലൊരു ഔദാര്യമോ അംഗീകാരമോ എന്തെങ്കിലും നേടാനോ നമുക്ക് ആഗ്രഹമില്ല. ഒന്നും വേണ്ട എന്ന നിലയിലെത്തിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പറയേണ്ടി വരുന്ന ഗതികേടാണ്. ഇത് പറയാതിരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്ത് ഈ നുണകൾ അരങ്ങുവാഴുന്നു. അതുകൊണ്ടാണ് സത്യം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ നമുക്കിത് പറയേണ്ടി വരുന്നത്. ദൈവം അറിയാതെയാണോ BJP അധികാരത്തിൽ വന്നത്? ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി കാണും. നമ്മൾ ദൈവിക പദ്ധതിയെയും മാനുഷിക പദ്ധതിയെയും തിരിച്ചറിയണം. ദൈവം അറിയാതെയാണോ വന്നതെന്ന് ചോദിച്ചാൽ ലോകത്തുണ്ടാകുന്ന ഒന്നിനും പിന്നെ ആൻസർ ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം അറിയാതെയല്ലല്ലോ ഒന്നും. ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ അക്രമങ്ങൾ നടക്കുന്നത്? ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ? ഇതൊരു ഒഴികഴിവാണ്. ദൈവം നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. ആ അവസരം സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവസരമാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് മൗനമായി സമ്മതം കൊടുക്കുന്നതും പാപകരമാണ്. അങ്ങനെയുണ്ട്. തിന്മയ്ക്ക് മൗനാനുവാദം കൊടുക്കുക, അത് തെറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. ഒരാളെ കുത്തിക്കൊല്ലാൻ പോകുന്നു, തടുക്കാൻ പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ കൊലപാതകത്തിൽ നമുക്കൊരു ഭാഗഭാഗിത്വമുണ്ടെന്ന്. നമ്മുടെ മുൻപിൽ ഒരാൾ പരസ്യമായി അപമാനിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, നമ്മളത് കണ്ടിട്ട് മൗനമായിട്ട് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്ക്, ക്രിസ്തു കുരിശുമായി കാൽവരിയിലേക്ക് ചാട്ടവാറടിയേറ്റ് പോകുന്ന സമയത്ത് വഴിയിൽ കണ്ടു നിന്നിട്ട് പ്രതികരിക്കാതെ പോകണമോ പ്രതികരിക്കണമോ? ഈ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ കഴിയണ്ടേ? നമ്മുടെ സഹോദരങ്ങൾ ആരായാലും, മനുഷ്യരാരായാലും അടികൊള്ളുമ്പോൾ
നമുക്ക് നോവണം, അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ അടിക്കാൻ ആരെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ മൗനം പാലിച്ചത് ദൈവിക പദ്ധതിയാണ്. ബി ജെ പിക്ക് അധികാരം കൊടുത്തത് ദൈവമല്ല. ബി ജെ പിക്ക് അധികാരം കൊടുത്തത് തെറ്റിദ്ധരിക്കപ്പെട്ട ജനമാണ്. നിങ്ങൾ കണക്ക് വെച്ച് നോക്കിയാൽ പരിശോധിച്ചാൽ അറിയാം. 36% വോട്ടുള്ള ആളുകളാണ് 64% വോട്ടുള്ള ആളുകളെ ഭരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു അപജയമാണ്, ദൗർഭാഗ്യമാണ്. 51 വോട്ടുള്ളവൻ 49 പേരുടെ മേൽ അതിക്രമം കാണിക്കും. ഏത് ഭരണകക്ഷി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഭരണാധികാരം ഇങ്ങനെ ഒരു ഭരണകൂട ഭീകരതയുടെ രൂപം ധരിക്കാം. അങ്ങനെ ഉണ്ടായാലത് പറയണം. അല്ലാതെ അവർക്ക് ദൈവമാണ് അവസരം കൊടുത്തത്, അത് പഴയ കോൺസെപ്റ്റാണ്. രാജാധികാരം ദൈവത്തിൽ നിന്നാണ്, രാജാധികാരം ദൈവത്തിൽ നിന്നാണെന്നുള്ള പഴയ കോൺസെപ്റ്റ് പുതിയ കാലത്ത് കൊണ്ടുവന്ന് വെക്കരുത്. അത് അബദ്ധമാണ്. ദൈവം അറിയാതെയാണെന്ന് വെച്ചാൽ അറിയാതെയല്ല. ദൈവം നമ്മുടെ കയ്യേക്കറി പിടിക്കുന്നില്ലല്ലോ. ദൈവം അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ എന്തൊക്കെ തെറ്റാ ചെയ്യണേ. ദൈവം തടുക്കുന്നുണ്ടോ? ഒരാളുടെയും കയ്യേക്കറി ദൈവം പിടിക്കില്ല. കാരണം ഭൂമിയിൽ നമുക്ക് അവിടെ നിന്ന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മളത് വിനിയോഗിക്കുന്നത് ദൈവേഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ ദൈവസന്നിധിയിൽ നീതി നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ മരണശേഷം നിത്യനാശം. പക്ഷെ ഈ ലോകത്ത് അനീതി കാണുമ്പോൾ അനീതിയെ എതിർക്കാത്തയാൾ അനീതിക്ക് പക്ഷം ചേരുകയാണ് എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ബി ജെ പി ഗവൺമെന്റ് നീതി നിഷേധിക്കുന്നു, അതുകൊണ്ടത് പറയും. അത് കേവല രാഷ്ട്രീയമല്ല. സംഘപരിവാർ ശക്തികൾ മക്കോളേസ് എന്ന പേരിൽ ഇംഗ്ലീഷിനെ എതിർക്കുകയും മിഷണറീസ് എന്ന പേരിൽ ക്രിസ്ത്യാനിറ്റി എതിർക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി അവരുടെ അകത്തുള്ള ബോധമാണ് ക്രിസ്ത്യാനികൾ നശിക്കണമെന്നുള്ളത്. എന്താണ് അതിന് കാരണം? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നു, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു, ആളുകളെ മഹത്വത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്നു. മതം മാറ്റമല്ല ചെയ്യുന്നത്. ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്നും എല്ലാവരോടുമൊപ്പം ആയിരിക്കാനുള്ള അവകാശമുണ്ടെന്നും ആരെക്കാളും താഴെയല്ലെന്നും മനുഷ്യർക്ക് അറിവുണ്ടാക്കി കൊടുക്കുന്നു. അറിവുണ്ടാക്കുന്നവരോടുള്ള വിരോധമാണത്. ആ വിരോധത്തിന്റെ പ്രവൃത്തിയാണ് ഉത്തരേന്ത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞാലും എന്തും അനുസരിക്കുന്ന തരത്തിൽ അധികാരവും പണവുമുള്ളവൻ എന്തു പറഞ്ഞാലും ചെയ്യുമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യക്കകത്ത് വിശ്വാസം പടർത്തുന്ന അഗ്നി സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. ആ സ്വാതന്ത്ര്യബോധമുള്ള ജനത ഉണർന്നാൽ സംഘപരിവാർ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്, ഹിന്ദുരാഷ്ട്രവാദം വിലപ്പോകില്ലെന്നതുകൊണ്ടാണ് അവിടെ ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പക്ഷം ചേരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് ദൈവമാണെന്ന് പറയരുത്. ബി ജെ പിയെ അധികാരത്തിൽ കൊണ്ടുവന്നത് മനുഷ്യരുടെ ഒരു അറിവില്ലായ്മയാണ്. ഗാന്ധി അന്ന് രക്തസാക്ഷി ആയില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി 10 വർഷത്തിനകം ഇന്ത്യ പ്രകാരമായി തീർന്നേനെ. ഗാന്ധിയുടെ രക്തം വീണത് കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നത്. ഇത് നമ്മൾ പറയുക എന്നുള്ളത് കേവല രാഷ്ട്രീയമല്ല. ഒരു മതരാഷ്ട്രവാദം മറ്റു വിശ്വാസങ്ങളെ അടിച്ചമർത്തുന്നതായി മാറുന്നു, ന്യൂനപക്ഷ വിരോധമുള്ളതായി മാറുന്നു, മനുഷ്യത്വരഹിതമായുള്ളത് മാറുന്നു. ആ മനുഷ്യത്വരാഹിത്യത്തെ എതിർക്കാനും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനും എല്ലാ മനുഷ്യർക്കും നീതിബോധത്തോടെ തുല്യതയോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനും ക്രൈസ്തവരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദയവായിട്ട് വചനത്തിൽ ശ്രദ്ധ കൊടുക്കുമെന്നാണ് ഉപദേശം. എനിക്ക് സന്തോഷമുള്ളത് കേൾക്കുന്നത്. പക്ഷെ വചനം എന്താണ്? വചനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആർക്കു വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്? യേശുക്രിസ്തു എന്താണ് ചെയ്തത്? യേശുക്രിസ്തു അന്ന് നിലനിരുന്ന പാരമ്പര്യങ്ങളെ തകർത്തു. ജാതിപരമായ മേൽക്കോയ്മയും ഉച്ചനീചത്വത്തെയും തകർത്തു. യേശുക്രിസ്തു ഭരണാധികാരത്തിനെതിരായിട്ട് നിന്നു. ഹെറോദസിനോട് പറയുന്നുണ്ട്, ആ കുറുക്കനോട് പോയി പറയൂ. രാഷ്ട്രീയ അധികാരത്തെ എതിർത്തു. നിലനിൽക്കുന്ന അധികാരങ്ങളെ എതിർത്തുകൊണ്ടും അതേസമയം ആ അധികാരങ്ങൾ നൽകുന്ന കയ്പ് നിറഞ്ഞ പീഡയുടെ പാനപാത്രം കുടിച്ചുകൊണ്ടും ലോകത്തെ മനുഷ്യനെ വിമോചിപ്പിക്കുകയാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു ചെയ്തൊരു പ്രവൃത്തി തന്നെയാണ് അധികാര കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ളത്. അത് സംശയമൊന്നും വേണ്ട. വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തു ഞാനും നിങ്ങളുമാ. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ട്.
എന്റെ അകത്ത് ക്രിസ്തു ഉണ്ട്. എന്നിലെ ക്രിസ്തുബോധം എന്നോട് പറയാണ്, അടികൊള്ളുന്നവനെ താങ്ങൂ, അടിക്കുന്നവനെ തടുക്കൂ, മിണ്ടാൻ ശേഷിയില്ലാത്തവന് വേണ്ടി ശബ്ദിക്കൂ, നിലവിളിക്കാൻ പോലും കഴിയാത്തവർക്ക് വേണ്ടി നിലവിളിക്കൂ. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, പ്രവർത്തിക്കുന്നതും പ്രാർത്ഥനയും. അതുകൊണ്ട് നമ്മൾ സത്യത്തെ വിളിച്ചു പറയുക എന്നുള്ളത് വചനം പറയലാണ്. വചനം എഴുതപ്പെട്ട കാര്യമല്ല. വചനം എഴുതപ്പെടാത്ത ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് ക്രിസ്തുവാണ്, നീതിബോധമാണ്, സ്നേഹമാണ്, സത്യമാണ്. ആ സത്യബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്കകത്ത് ക്രിസ്തുവചനത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്ന സംഭാഷണം എന്റെ കേവലമായ ഭാഷയായിട്ടല്ല, അതിനകത്ത് ഒരു ക്രിസ്തു സ്നേഹത്തിന്റെ അംശമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അവിടെ നീതിബോധമുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. വചനം എന്ന് പറയുന്നതിനെ എഴുതപ്പെട്ട കേവല വാക്യങ്ങളായിട്ടല്ല, അതിനകത്ത് ജീവിക്കുന്ന സത്യമായി ക്രിസ്തുവായി തിരിച്ചറിയാൻ കഴിയണം. ഇനി അടുത്തത് അധികാരം ദൈവദത്തമാണെന്ന ബോധത്തിൽ നിന്ന് വരുന്നതാണ്. ദാവീദിനെ രാജാവാക്കിയ ദൈവം തന്നെയാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കിയത്. ഇനി അതിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദാവീദിനെ രാജാവാക്കിയത് എങ്ങനെയാണ്? പഴയ നിയമം ഒരു പ്രതീകാത്മകമായ കാര്യമാണ്. സുവിശേഷത്തെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പൂർത്തീകരണം ക്രിസ്തുവിലാണ്. ദാവീദിനെ രാജാവാക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാം, അവിടെ ജനം ഒരു രാജാവിനെ വേണമെന്ന് സാമുവേലിനോട് ആവശ്യപ്പെടുകയാണ്. പ്രവാചകനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരു രാജാവിന്റെ ആവശ്യമില്ല, ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഐഹികമല്ല രാജ്യം, അത് സമ്പൂർണതയിലൊരു രാജ്യമാണ്. അത് കേവലമായ മാനുഷിക ഭരണമല്ല. ഒരു രാജാവിന് വേണമെന്ന് പറയുമ്പോൾ അന്ന് ദൈവം പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന രാജാവ് നിമിത്തം നിങ്ങൾ കരയും, നിങ്ങളുടെ മക്കളെ അവർ പടയാളികളാക്കും, നിങ്ങളുടെ പെൺമക്കളെ അവർ സുഗന്ധതൈല വിൽപ്പനക്കാരികളാക്കി മാറ്റും, നിങ്ങളുടെ ആടുമാടുകൾ ലൂനമറ്റതിനൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും, നിങ്ങളുടെ തോട്ടങ്ങൾ അവർ അധീനപ്പെടുത്തും, അവരുടെ കിങ്കരന്മാർക്ക് കൊടുക്കും. രാജാധികാരം എങ്ങനെയാണ് ലോകത്ത് പ്രവർത്തിക്കുക എന്ന്, ഓരോ അധികാര ശക്തിയെയും കുറിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ഒരു പ്രതീകാത്മകമായ ചിത്രം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ജനത്തിന്റെ അഭിലാഷം അനുസരിച്ച് ദൈവം കൊടുത്തൊരു കാര്യമാണ് രാജാവ്. രാജാവ് എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്, ദൈവം ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്, ദാവീദ് രാജാവാകുന്നത് എങ്ങനെയാ? ദാവീദ് രാജാവാകുമ്പോൾ ദൈവം ഒരു ഇടയച്ചെറുക്കിനെടുത്ത് രാജാവാക്കുന്നു. ആ രാജ്യത്വം നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു അവസാനം ഒരു രാജാവ് വരും, നിലനിൽക്കുന്ന എന്നേക്കും ഉള്ള രാജാവ്, രാജാതിരാജനായ രാജാവ് ക്രിസ്തുവാണ്. അത് ഈ ലോകത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന കേവല അധികാരമല്ല, അത് ഐഹികമല്ലാത്ത രാജാവിനെ കുറിച്ചാണ്. ആ രാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗമികരായി ജീവിക്കുന്നു. അതേസമയം നമുക്ക് ഒരു നിത്യമായ രാജ്യമുണ്ട്. ആ രാജ്യത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുടെ വിപ്രവാസികളാണ്. അപ്പൊ ഇവിടെ മോദിയെ ഭരണം കൊടുത്തത് ദൈവമാണ് എന്ന് കൽപ്പിച്ചെടുക്കരുത്. ഇത് പണ്ട് രാജാക്കന്മാർ പറഞ്ഞിരുന്നൊരു തന്ത്രമാണ്. രാജാക്കന്മാർ പറഞ്ഞിരുന്നു ദൈവദത്തമാണ് അധികാരം എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് ലേഖനഭാഗത്തൊക്കെ കാണാം, ദൈവദത്തമാണ് അധികാരം എന്ന് പറയുന്നത്. അത് പഴയ ഒരു കാലഘട്ടത്തിന്റെ ചിന്തയാണ്. ഇനി ഈ രാജാവ് എന്ന് പറയുന്നത് അസ്തമിച്ചു. ദൈവം നൽകുന്ന രാജാവല്ല, ജനം തിരഞ്ഞെടുക്കുന്ന ആൾ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ. മന്ത്രി എന്ന് വെച്ചാൽ മിനിസ്റ്റർ എന്നാണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ, അതിലപ്പുറം ഒന്നുമല്ല. ആ ശുശ്രൂഷകൻ അധികാരിയാണെന്നും ഏകാധിപത്യ സ്വഭാവത്തോടെ പെരുമാറുന്നു. അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടയാളല്ല. നമുക്കാണ് രാജകീയമായ അധികാരമുള്ളത്. രാജകീയ അധികാരം നമ്മൾ മറ്റൊരാൾക്ക് കയ്യേൽപ്പിക്കുന്നു, കൂലി കൊടുത്തിരുത്തുന്നു, ശമ്പളം കൊടുത്തിരുത്തുന്നു. ഏത് മന്ത്രിയായാലും അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രധാനമന്ത്രിയാക്കിയത് ദൈവമാണെന്ന പഴയ നിയമത്തിലെ താല്പര്യം വെച്ചുള്ള സംഭാഷണം അബദ്ധമാണെന്ന് മനസ്സിലാക്കുക. ജനം തെരഞ്ഞെടുത്തയാളെ ജനത്തിന് കളയാൻ പറ്റും. ജനകീയ അഭിപ്രായമാണ്. ഒരാളുടെയും കയ്യെ കയറി ദൈവം പിടിക്കൂല. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്ക് കുത്തണമെന്ന് അവനവന് തീരുമാനിക്കാം. ദൈവം ആ കാര്യത്തിൽ ഇടപെടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവനിഷേധമായി നമ്മൾ എത്രയൊക്കെ പ്രവൃത്തികൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ദൈവം ചെയ്യുന്നതാണ്. ഒരാൾ നമുക്കിട്ട് അടിച്ചു, ആ ദൈവം കൊടുത്തു വിട്ടതാണ്. നമുക്കങ്ങനെ സ്വീകരിക്കാം. പക്ഷേ എല്ലാവരെയും അടിക്കുന്ന ഒരാളെ കാണുമ്പോൾ തടുക്കാൻ പോയില്ലെങ്കിൽ ദൈവം കൈ തന്നിട്ടുള്ള എന്തിനാണെന്ന് ദൈവം നമ്മോടും ചോദിക്കില്ലേ?
നമ്മൾ ഈ ലോകത്ത് അടികൊള്ളുന്നവന് വേണ്ടി നിലകൊള്ളാൻ വന്നവരാ. സഭയുടെ മനോഭാവം എന്താണ്? അത് പീഡിതനോടുകൂടെ, ദരിദ്രനോടുകൂടെ, അപമാനിക്കപ്പെടുന്നവനോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിൽ മതം ഇടപെടുക എന്ന കാര്യത്തിലല്ല, ലോകത്ത് സംഭവിക്കുന്ന അനീതികളെ, ഭരണാധികാരികൾ ചെയ്യുന്ന അനീതികളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അധികാരം ഇവിടെ ദൈവദത്തമല്ല. ആ ദൈവദത്തമായ അധികാരം രാജാക്കന്മാർക്കുണ്ടായിരുന്നു, ദാവീദിന്റെ പരമ്പരയ്ക്കുണ്ടായിരുന്നു. ആ അധികാരം ക്രിസ്തുവിൽ സമ്പൂർണമായി, അത് ഐഹികമല്ല എന്നറിയണം. അതുകൊണ്ടാണ് ഭരണാധികാരികൾ എത്രയേറെ പീഡിപ്പിച്ചിട്ടും സീസറിനെക്കെതിരെ പൗലോസിന് ആഞ്ഞിടിക്കുന്നില്ലേ? നീറോക്കെതിരെ ഒന്ന് ആലോചിച്ച് നോക്ക്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ 666 എന്ന് പറയുന്ന ആരെക്കുറിച്ചാ? നീറോയെ കുറിച്ചാ. ഭരണാധികാരികളെ വിമർശിക്കുക. അടികൊള്ളുമ്പോഴും ഭയക്കാതെ, ലോകത്തെ ഭയപ്പെടാതെ, അധികാരങ്ങൾക്ക് ഉപരിയായ ഒരു അധികാരത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് എന്റെ അധികാരി ക്രിസ്തുവാണെന്ന ബോധ്യത്തിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ നൽകിയത് ദൈവമൊന്നുമല്ല, അത് ജനത്തിന് പറ്റിയൊരു കൈത്തെറ്റാണ്. മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. മാർപ്പാപ്പ നൽകുന്ന പോലെ അല്ല ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് അയാളാൽ പോലും അല്ലാത്ത വിധം ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നത് എന്റെ അറിവോടെയല്ല. ഞാൻ ക്രിസ്ത്യാനിയായി നാമമാത്രമായിട്ടിരിക്കുകയല്ല. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് നാമമാത്രമായിരുന്നതിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നത്, 29ാമത്തെ വയസ്സിൽ നിരീശ്വരത്വം പറഞ്ഞിരുന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നത് ഒരു ഉപദേശകനുമല്ല. ജീവിതത്തിൽ ഒരിടത്ത് വെച്ച് ക്രിസ്തുവിലേക്ക് തിരിയാൻ ആത്മാവ് പ്രേരിപ്പിക്കുകയാണ്, തിരിഞ്ഞു പോവാണ്. ശരിക്കു പറഞ്ഞാൽ, ലോകത്തിന്റെ കണക്കിൽ പറഞ്ഞാൽ മഹാകഷ്ടം, അബദ്ധം പറ്റിപ്പോയി. സാമാന്യം നല്ല നിലയ്ക്ക് കഴിവൊക്കെ പ്രകടിപ്പിച്ച് ജീവിതമൊക്കെ സുഖകരമായി കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിരുന്ന, സ്വർണ്ണക്കടയൊക്കെ നടത്തി എന്ത് തുരുമ്പി പിടിച്ചാലും അള്ളിപ്പിടിച്ച് കയറുന്ന, കമന്നു വീണാൽ കാൽപ്പണം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അമ്പയെ പരാജയപ്പെട്ടു പോയേ അക്കാര്യങ്ങളിൽ. ജീവിതം ക്രിസ്തുവാണ് എന്നൊരു ബോധ്യം ഹൃദയത്തിൽ കയറിയപ്പോ ഈ ലോകത്തിന്റെ നഷ്ടങ്ങളെയൊക്കെ ഭാഗ്യങ്ങളായി കാണാൻ പഠിച്ചു. എന്റെ കൂടെയുള്ളവരൊക്കെ എന്നെ കാണുമ്പോൾ, പണ്ടുണ്ടായിരുന്നവരൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, എന്ത് പറ്റിപ്പോയി, ഇങ്ങനെ ആയിപ്പോയല്ലോ. അവർക്കൊരു സഹതാപമാണ്. പാവം മനുഷ്യൻ. ഞാൻ അഭിമാനിക്കുന്നു. എന്റെ ഇല്ലായ്മയിൽ, കഷ്ടതയിൽ, വേദനയിൽ, ഞെരുക്കങ്ങളിൽ, അപമാനങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ കണ്ടെത്തിയത് സ്വർഗമാണ്. ക്രിസ്തുവിനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്റെ ജീവിതം ഇപ്പോഴേ സംതൃപ്തമാണ് ഏതവസ്ഥയിൽ. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ധ്യാനിക്കുമ്പോൾ ഓർക്കണം, സഹിക്കുന്നവരോട് പക്ഷം ചേരുക എന്നുള്ള ഒരു ഉൾവിളി നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയേണ്ടി വരുന്നത്. അല്ലാതെ ആരോടും വിരോധം ഉണ്ടായിട്ടോ അധികാര കേന്ദ്രങ്ങളെ വിമർശിച്ച് ആളാകാൻ വേണ്ടിയോ അല്ല. ജീവിതത്തിനകത്ത്, ചുറ്റുപാടുകൾക്കകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളോട് ഇടപെടണം. വിശക്കുന്നവന്റെ വിശപ്പിൽ ഇടപെടണം. സങ്കടപ്പെടുന്നവന്റെ സങ്കടങ്ങളിൽ ഇടപെടണം. അപമാനിതനാകുന്നവരോട് കൂടെ നിൽക്കണം. ജീവിതത്തിൽ സഹിക്കുന്നവനോട് പക്ഷം ചേരണം. അടികൊള്ളുന്നവന് വേണ്ടി പുറം കാണിച്ചു കൊടുക്കണം. അടിക്കുന്നവനെ തടുക്കാൻ കഴിയണം. ക്രിസ്തുവിലായി തീരണം. ഫെറോദേസിനെ ഭയക്കാതെ, രാജാധികാരത്തെ ഭയപ്പെടാതെ ധൈര്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, ആ കുറുക്കനോട് പോയി പറയൂ, ഞാൻ 3 ദിവസം ഇവിടെ ഉണ്ടാവും. പിടിക്കപ്പെട്ട് വിചാരണ വേളയിൽ ശിരസ് താഴ്ത്തി നിന്ന് ആ സഹനങ്ങൾ മുഴുവൻ, പീഡകൾ മുഴുവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങുമ്പോഴും ക്രിസ്തുവിനറിയാം താൻ രാജാവാണ്. ആ രാജ്യം ഐഹികമല്ല. അതുകൊണ്ട് രാജാധികാരം സ്വർഗത്തിലാണ്. സ്വർഗമാണ് രാജ്യം. ആ രാജ്യത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഉത്ഥാനത്തിലൂടെ നാം കൈവരിക്കുന്നത് ഈ സ്വർഗീയാനുഭവങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അത്തരത്തിൽ ജീവിതത്തെ അനുഭവിക്കാൻ ഈ വിശുദ്ധമായ ദിനങ്ങളിൽ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുക മാത്രമല്ല, സഹിക്കുന്നവരുടെ പക്ഷം ചേരാനുള്ള ഹൃദയഭാവം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ വഴിത്താരയിൽ കണ്ടുമുട്ടാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമീൻ.